ഹായ് ഓൾ, പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറയുന്ന ഈ ടോപ്പിക്കിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സയൻസ് ആൻഡ് ടെക്നോളജി ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഫിസിക്സ് ആണ്. എവരിഡേ സയൻസുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ഫിസിക്സ്. സ്വാഭാവികമായും ഫിസിക്സ് കഴിഞ്ഞാൽ കെമിസ്ട്രിയാണ് നമ്മൾ എടുക്കേണ്ട ടോപ്പിക്ക്. പക്ഷേ ആ ഒരു ടോപ്പിക് നമ്മൾ തൽക്കാലം സ്കിപ്പ് ചെയ്യാണ്, പിന്നീട് എടുക്കുന്നതായിരിക്കും. കാരണം നിങ്ങൾ ഭൂരിഭാഗം ആളുകളും പുതിയ ടോപ്പിക്കുകൾ എടുക്കാൻ വേണ്ടിയാണ് ആവശ്യപ്പെടുന്നത്. കാരണം പരീക്ഷ അടുത്ത് വരുന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കെമിസ്ട്രി പോലുള്ള ടോപ്പിക്കുകൾ മിക്കവാറും നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂട്യൂബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ നിന്ന് ലഭ്യമാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് പിന്നീട് വരാം. ഇനി നമുക്ക് പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു ചെറിയ ടോപ്പിക്കും അത് കഴിഞ്ഞിട്ട് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓർഡറിൽ പോവാം. ഓക്കെ, ഇപ്പോൾ പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏതാനും ചില ഹെൽത്ത് മിഷനുമായി ബന്ധപ്പെട്ട ആരോഗ്യ പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചില ആക്ടുകളുമാണ്. അപ്പൊ നാഷണൽ ഹെൽത്ത് മിഷൻ NHM കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാക്കാം. ഇന്ത്യയുടെ പോഷക ആഹാരക്കുറവ് പരിഹരിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആരോഗ്യ ദൗത്യമാണ് നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പോഷക ആഹാരക്കുറവ് പരിഹരിക്കാനുള്ള എന്ന ഉദ്ദേശത്തോടെയുള്ള ഇന്ത്യയുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആരോഗ്യ ദൗത്യമാണ് നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ NHM എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പോഷക ആഹാരക്കുറവ് പരിഹരിക്കാനുള്ള ലക്ഷ്യത്തോടെ ആരംഭിച്ച സർക്കാർ പദ്ധതി, കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആരോഗ്യ ദൗത്യം നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്നത്. ഈ ദേശീയ ആരോഗ്യ ദൗത്യത്തിന് 4 ഘടകങ്ങളുണ്ട്. 1 ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം, 2 ദേശീയ നഗര ആരോഗ്യ ദൗത്യം, 3 തൃതീയ പരിചരണ പരിപാടികൾ, 4 ആരോഗ്യ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായിട്ടുള്ള മാനവ വിഭവശേഷി. അപ്പൊ ഇതില് ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം എന്നാൽ NRHM ആണ്. 2 ദേശീയ നഗര ആരോഗ്യം എന്ന് പറഞ്ഞാൽ NUHM ആണ്. തൃതീയ പരിചരണ പരിപാടികൾ ടെർഷ്യറി കെയർ പ്രോഗ്രാംസ് ആണ്. ആരോഗ്യ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായിട്ടുള്ള മാനവ വിഭവശേഷി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സസ് ഫോർ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ ഇത് 4 ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ആഴത്തിലുള്ള ചോദ്യങ്ങൾക്കൊന്നും സാധ്യതയില്ല. ഇതുപോലെയുള്ള ഇതിന്റെ പുറമേയുള്ള ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ളൂ. ഇനി അടുത്തത് എന്താണ് ആശ? രോഗ നിയന്ത്രണ പരിപാടികൾ, രോഗപ്രതിരോധ എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. ശ്രദ്ധിക്കുക, അതിന്റെ ഫുൾ ഫോം ഒരുപക്ഷെ ചോദിച്ചേക്കാം. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. ആശ എന്ന വാക്കിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആണ്. എന്താണ് അവരുടെ ഡ്യൂട്ടി? രോഗനിയന്ത്രണ പരിപാടികളും രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കാൻ ഉള്ള പ്രവർത്തകരാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആക്ടിവിസ്റ്റുകളാണ് ആശ, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആശ. ഇനി അടുത്തതിലേക്ക് നമുക്ക് വരാം. പൊതുസേവന നിരീക്ഷണവും ആസൂത്രണവും പ്രധാന അജണ്ടയാക്കിക്കൊണ്ട് പൊതു സേവന നിരീക്ഷണവും ആസൂത്രണവും പ്രധാന അജണ്ടയാക്കിക്കൊണ്ട് പഞ്ചായത്തി രാജിൽ നിന്നുള്ള അംഗങ്ങൾ ചേർന്ന് നിർമ്മിച്ച സംരംഭമാണ് വില്ലേജ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി, VHSNC. എന്താ ഈ VHSNC എന്ന് പറഞ്ഞാൽ പൊതുസേവന നിരീക്ഷണവും ആസൂത്രണവും പ്രധാന അജണ്ടയാക്കിക്കൊണ്ട് പഞ്ചായത്തി രാജിൽ നിന്നുള്ള അംഗങ്ങൾ ചേർന്ന് നിർമ്മിച്ച സംരംഭത്തെയാണ് വില്ലേജ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി എന്ന് വിളിക്കുന്നത്, അതായത് VHSNC എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് മാതൃ മരണനിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി സർക്കാർ ആരോഗ്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഗർഭിണികളെ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന, JSY. മാതൃ മരണനിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി സർക്കാർ ആരോഗ്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഗർഭിണികളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന, JSY. മാതൃ മരണനിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി സർക്കാർ ആരോഗ്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഗർഭിണികളെ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതിയാണ് JSY, അതായത് ജനനി സുരക്ഷാ യോജന. മറ്റൊന്നാണ് JSSY. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ സൗജന്യ നിരക്കിൽ പ്രസവവും 1 വയസ്സിൽ താഴെയുള്ള രോഗികളായ ശിശുക്കൾക്ക്
സൗജന്യ ആരോഗ്യ സേവനങ്ങളും നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജനനി ശിശു സുരക്ഷാ കാര്യക്രം, JSSY, ജനനി ശിശു സുരക്ഷാ യോജന അല്ലെങ്കിൽ ജനനി ശിശു സുരക്ഷാ കാര്യക്രം. അപ്പൊ ഇത് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കായകൽപ് ഇനിഷ്യേറ്റീവ്. ശുചിത്വം, മാലിന്യ സംസ്കരണം, അണുബാധ നിയന്ത്രണം തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ട പൊതുജന ആരോഗ്യ പദ്ധതിയാണ് കായകൽപ്. ശുചിത്വം, മാലിന്യ സംസ്കരണം, അണുബാധ നിയന്ത്രണം തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ട പൊതുജന ആരോഗ്യ പരിപാടിയാണ് കായകൽപ്. അടിസ്ഥാനപരമായ ആരോഗ്യ സംരക്ഷണം പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സ്ഥാപനമാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, PHC. PHC എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ആരോഗ്യ സംരക്ഷണം പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സ്ഥാപനമാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, PHC എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഭോർ കമ്മിറ്റിയാണ്. 1946 ഇന്ത്യയിൽ പ്രാഥമിക ആരോഗ്യ PHC എന്ന് പറയുന്ന സംവിധാനത്തെ ഒരാശയം മുന്നോട്ട് വെച്ചത് ആദ്യമായിട്ട് ഭോർ കമ്മിറ്റിയാണ്. അത് 1946 ഇവിടെ ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. അടുത്ത പോയിന്റ് നാഷണൽ ആയുഷ് മിഷൻ. ഈ നാഷണൽ ആയുഷ് മിഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പദ്ധതിയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ആയുഷ് വകുപ്പ് 2014 ആരംഭിച്ച പദ്ധതിയാണ്. വർഷം പ്രധാനപ്പെട്ടതാണ്. ആയുഷ് പദ്ധതി ആരംഭിച്ച വർഷം 2014. അപ്പൊ നാഷണൽ ആയുഷ് മിഷൻ 2014, നാഷണൽ ആയുഷ് മിഷൻ ആരംഭിച്ച വർഷം 2014. അത് പ്രധാനപ്പെട്ടതാണ്. ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി എന്നിവ സംയോജിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് ആയുഷ്. ഏതൊക്കെയാണ്? ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി എന്നിവ സംയോജിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് ആയുഷ് എന്ന് പറയുന്നത്. ആയുഷ്മാൻ ഭാരതിനെ കുറിച്ച് അടുത്ത പോയിന്റ് ആയുഷ്മാൻ ഭാരതാണ്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ തലങ്ങളിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ആയുഷ്മാൻ ഭാരത്. ആയുഷ്മാൻ ഭാരത് ആരംഭിച്ച വർഷം 2018. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഈ വർഷമൊക്കെയാണ് ഇവിടെ ചോദിക്കാൻ സാധ്യത. ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ ധനസഹായ ആരോഗ്യ പദ്ധതി ഏതാ? വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ ധനസഹായ ആരോഗ്യ പദ്ധതി ആയുഷ്മാൻ ഭാരതാണ്. ആയുഷ്മാൻ ഭാരത്. മോദി കെയർ എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ്? ആയുഷ്മാൻ ഭാരതാണ്. മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. മോദി കെയർ എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നത്. ആയുഷ്മാൻ ഭാരതിനെ കുറിച്ച് എന്തെല്ലാം അറിയാം? ഒന്ന്, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലുള്ള ആരോഗ്യ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ആയുഷ്മാൻ ഭാരത് ആരംഭിച്ച വർഷം 2018. ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ ധനസഹായ ആരോഗ്യ സംവിധാനമാണ്, ആരോഗ്യ പദ്ധതിയാണ് ആയുഷ് ഭാരത് എന്ന് പറയുന്നത്. മോദി കെയർ എന്നറിയപ്പെടുന്ന ആരോഗ്യ പദ്ധതിയാണ് ഏത്? ആയുഷ്മാൻ ഭാരത്. ഇനി ആയുഷ്മാൻ ഭാരതിന്റെ 2 ഘടകങ്ങൾ ഏതെല്ലാമാണ്? ആയുഷ്മാൻ ഭാരതിന്റെ 2 ഘടകങ്ങളാണ്. ഒന്ന്, ദേശീയ ആരോഗ്യ സംരക്ഷണ പദ്ധതി, പ്രൊട്ടക്ഷൻ സ്കീം. ദേശീയ ആരോഗ്യ സംരക്ഷണ പദ്ധതി, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറയുന്നതാണ് ആയുഷ്മാൻ ഭാരതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം. രണ്ടാമത്തെ ഘടകമാണ് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, അതായത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ്. ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ്, HWC. നോക്കൂ ഇതിന്റെ കമ്പോണൻസ് പരീക്ഷയ്ക്ക് വെച്ച് ചോദിച്ചേക്കാം. ആയുഷ്മാൻ ഭാരതിന്റെ കമ്പോണൻസ്, ഘടകങ്ങൾ ഏതെല്ലാം? ഒന്ന്, ഇപ്പൊ പറഞ്ഞ HWC, ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ. മറ്റൊന്ന് നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ സ്കീം. ഓക്കെ, അപ്പൊ കമ്പോണൻസ് ഒന്ന് ഹെൽത്ത് ആൻഡ് വെൽനസ് സ്കീം, മറ്റൊന്ന് നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ സ്കീമാണ്. ഓക്കെ, ഇതിന്റെ കീഴിൽ ഇത് ഫോർ സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ഹെൽത്ത് കെയറിനാണ്, ദ്വിതീയ, തൃതീയ മേഖലയ്ക്കാണ് ഇത്. അതുപോലെ ഇത് പ്രൈമറി ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ടുള്ളതാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, ആയുഷ്മാൻ ഭാരതിന്റെ 2 ഘടകങ്ങൾ, 2 കമ്പോണൻസ് എന്ന് പറയുന്നത് ദേശീയ ആരോഗ്യ സംരക്ഷണ പദ്ധതി അല്ലെങ്കിൽ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, അതുപോലെ നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ സ്കീം എന്ന് പറയാം. അടുത്തത് 2, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങൾ, അതല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ്.
HWC. അപ്പോൾ ഒന്ന് HWC, മറ്റേത് നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ സ്കീം. നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ സ്കീം. അപ്പൊ ഇത് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മിഷൻ ഇന്ദ്രധനുസ് എന്താണ്? മിഷൻ ഇന്ദ്രധനുസ് ഇതുമായി ബന്ധപ്പെട്ട 2 പോയിന്റ് നമുക്ക് നോക്കാം. 2020 ഇന്ത്യയിലെ എല്ലാ ശിശുക്കൾക്കും രോഗപ്രതിരോധ ശേഷി നൽകുക. രോഗപ്രതിരോധ ശേഷിയാണ് പ്രധാനപ്പെട്ട പോയിന്റ്. 2020 ഇന്ത്യയിലെ എല്ലാ ശിശുക്കൾക്കും രോഗപ്രതിരോധ ശേഷി നൽകുക എന്ന ലക്ഷ്യത്തോടെ പ്രഖ്യാപിച്ച പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുസ്. ഇത് പ്രഖ്യാപിച്ചത് 2014 ഡിസംബർ 25-നാണ്. അപ്പൊ മിഷൻ ഇന്ദ്രധനുസ് പ്രഖ്യാപിച്ചത് 2014 ഡിസംബർ 25-നാണ്. ഏതെല്ലാം രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധമാണ് മിഷൻ ഇന്ദ്രധനുസ്? അത് പ്രധാനപ്പെട്ട പോയിന്റാണ്. 7 രോഗങ്ങൾക്കുള്ളതാണ് മിഷൻ ഇന്ദ്രധനുസ്. 7 രോഗങ്ങൾക്കുള്ള പ്രതിരോധമാണ്. 1 ഡിഫ്തീരിയ, 2 വില്ലൻ ചുമ, ഹൂപ്പിംഗ് കഫ് എന്ന് പറയുന്ന ഹൂപ്പിംഗ് കഫ്, ഓക്കെ, ടെറ്റനസ്, പോളിയോ, ക്ഷയം, 5-ാം പനി, ഹെപ്പറ്റൈറ്റിസ് ബി. അങ്ങനെ 7 രോഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രതിരോധമാണ് ഇന്ദ്രധനുസ്, മിഷൻ ഇന്ദ്രധനുസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? 1 ഡിഫ്തീരിയ, ഓക്കെ, 2 വില്ലൻ ചുമ അല്ലെങ്കിൽ ഹൂപ്പിംഗ് കഫ്, ഓക്കെ, 3 ടെറ്റനസ്, 4 പോളിയോ, 5 ക്ഷയം, ഓക്കെ, 6 5-ാം പനി, 7 ഹെപ്പറ്റൈറ്റിസ്, ഓക്കെ, 8 7 1 2 3 4 5 6 7. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കും എന്താണ് മിഷൻ ഇന്ദ്രധനുസ് എന്നുള്ളത്. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകുന്നു. വാക്സിനേഷനുമായി ബന്ധപ്പെട്ട 1-2 പോയിന്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. രോഗപ്രതിരോധ ശേഷിയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇമ്മ്യൂണോളജി. അപ്പൊ രോഗപ്രതിരോധ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് രോഗപ്രതിരോധ ശേഷിയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇമ്മ്യൂണോളജി. ഇമ്മ്യൂണോളജിയുടെ പിതാവാണ് എഡ്വേർഡ് ജെന്നർ. ഇമ്മ്യൂണോളജിയുടെ പിതാവാണ് എഡ്വേർഡ് ജെന്നർ. പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെ ലോകത്തിൽ നിന്നും തുടച്ചു മാറ്റപ്പെട്ട ആദ്യത്തെ രോഗമേതാ? വസൂരിയാണ്. വസൂരി വാക്സിൻ കണ്ടെത്തിയത് ആരാണ്? എഡ്വേർഡ് ജെന്നറാണ്, ഓക്കെ, കണ്ടെത്തിയത്. അപ്പൊ ഒന്നുകൂടെ പറയാം. രോഗപ്രതിരോധ ശേഷിയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഇമ്മ്യൂണോളജി. ഇമ്മ്യൂണോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ജെന്നർ. പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ ലോകത്തിൽ നിന്നും തുടച്ചു മാറ്റപ്പെട്ട ആദ്യത്തെ രോഗം ഏതാണ്? വസൂരിയാണ്. വസൂരി വാക്സിൻ കണ്ടെത്തിയത് ആരാണ്? എഡ്വേർഡ് ജെന്നർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം കൃത്യമായിട്ട് ഓർക്കുക. രോഗപ്രതിരോധ ശേഷിയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഇമ്മ്യൂണോളജിയും ഇമ്മ്യൂണോളജിയുടെ പിതാവ് എഡ്വേർഡ് ജെന്നറുമാണ്. വസൂരി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നറാണ്. അപ്പൊ അത് മറക്കരുത്. ട്രിപ്പിൾ വാക്സിൻ DPT നൽകുന്നത് ഏതൊക്കെ രോഗങ്ങളെ പ്രതിരോധിക്കാനാണ്? DPT, ഡിഫ്തീരിയ, അല്ലെ? ഇതെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. DPT, ഡിഫ്തീരിയ, പെർട്യൂസിസ് ആൻഡ് ടെറ്റനസ്. ഈ വൂപ്പിംഗ് കഫിന് വില്ലൻചുമയുടെ മറ്റൊരു പേരാണെന്ത്? വൂപ്പിംഗ് കഫ്, പെർട്യൂസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷനിൽ ചിലപ്പോൾ ഇങ്ങനെ തരും. മലയാളത്തിൽ ഡിഫ്തീരിയ തരും, ഓക്കെ, പിന്നെ ടെറ്റനസ് തരും, കൂടാതെ ചിലപ്പോൾ പി അല്ലേ പോളിയോ ഒക്കെ തന്നോളെ. പോളിയോ ഓപ്ഷൻ. അപ്പൊ പോളിയോ അല്ല, പി ഫോർ നോട്ട് പോളിയോ. ഓക്കെ, വില്ലൻ ചുമ ഉണ്ടാവും ഓപ്ഷനിൽ. വില്ലൻ ചുമ ഉണ്ടാവും. അത് വില്ലൻ ചുമ എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വില്ലൻ ചുമയും പോളിയോ കാണുമ്പോൾ പി നോക്കിയിട്ട് പോളിയോ എഴുതാൻ സാധ്യതയുണ്ട്. അല്ല, പി വില്ലൻ ചുമയാണ്. വില്ലൻ ചുമയുടെ പി സൂചിപ്പിക്കാൻ കാരണം വില്ലൻ ചുമയുടെ ഇംഗ്ലീഷിൽ പെർട്ടൂസിസ് എന്നാണ്. അപ്പൊ ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. ഓക്കെ, ക്ഷയരോഗത്തെ പ്രതിരോധിക്കാനായി നൽകുന്ന വാക്സിൻ ഏതാ? BCG. അപ്പൊ DPT മനസ്സിലാക്കി. BCG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാസിലസ് കാൽമെറ്റ് ഗറിൻ ആണ്. അപ്പൊ ക്ഷയരോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടി നൽകുന്ന വാക്സിൻ ആണ് BCG, ബാസിലസ് കാൽമെറ്റ് ഗറിൻ. ഈ രോഗങ്ങളെ കുറിച്ചും രോഗങ്ങളുടെ രോഗകാരികളെ കുറിച്ചും ഒക്കെ ഞാൻ വേറെ ക്ലാസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊന്നും ഞാൻ ഇവിടെ പറയാതെ പോകുന്നത്. ഇവിടെ ജസ്റ്റ് ഈ സിലബസ് പ്രകാരമുള്ള കാര്യം മാത്രം പറഞ്ഞു പോകണം. പിന്നീട് രോഗവും രോഗകാരികളെ കുറിച്ചും ഒക്കെയുള്ള അധ്യായം വരുന്നുണ്ട്.
അവിടെ നമ്മൾ ഈ പറയുന്ന സംഗതികളെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ശരീരത്തിൽ മുറിവുണ്ടാകുമ്പോൾ നൽകുന്ന പ്രതിരോധ കുത്തിവയ്പ്പാണ് TT. ഓക്കെ, ടെറ്റനസ് ടോക്സോയിഡ്. ശരീരത്തിൽ മുറിവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നൽകുന്ന പ്രതിരോധ കുത്തിവയ്പ്പാണ് TT എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞു ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രധാനപ്പെട്ട ചില നിയമങ്ങളാണ്. ഇത് നിങ്ങൾ നിയമത്തിന്റെ പേരും വർഷവും പഠിച്ചു വെക്കണം. ഇത് ചിലപ്പോൾ എക്സാമിന് വന്നേക്കാം. 1997 എപ്പിഡമിക് ഡിസീസസ് ആക്ട്. ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് 1897 ദ എപ്പിഡമിക് ഡിസീസ് ആക്ട്. ഈ അടുത്ത കാലത്ത് പോലും COVID-19 ഭാഗമായിട്ട് കറണ്ട് അഫെയറിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ആക്ടാണ്. വളരെ പഴക്കം ചെന്ന ഒരു ആക്ടാണ് 1997 ദ എപ്പിഡമിക് ഡിസീസ് ആക്ട്. ഇത് നിലവിൽ വന്ന 1987 കാരണം അക്കാലത്തുണ്ടായിരുന്ന ബ്യൂബോണിക് പ്ലേഗിന്റെ പശ്ചാത്തലത്തിൽ ബ്യൂബോണിക് പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ 1987 നിലവിൽ വന്ന ആക്ടാണ് 1997 എപ്പിഡമിക് ഡിസീസ് ആക്ട്. പ്രധാനപ്പെട്ടതാണ്. മറ്റ് ആക്ടുകളൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം പഠിക്കേണ്ടത് ഇതാണ്. മനസ്സിലാക്കി വെക്കുക, ദ എപ്പിഡമിക് ഡിസീസ് ആക്ട് 1897. ഇനി രണ്ടാമത്തെ പോയിന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റുകളെ സാംക്രമിക രോഗങ്ങൾക്കെതിരെ നടപടിയെടുക്കാനും നിയമം ലംഘിക്കുന്നവർക്ക് ശിക്ഷ നൽകാനും ഈ ആക്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു. അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് 1890. നിങ്ങൾക്കറിയാം, കൊളോണിയൽ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അവരാണ് ഈ ആക്ട് കൊണ്ടുവന്നത്. ദ എപ്പിഡമിക് ഡിസീസ് ആക്ട്. ആ സമയത്ത് ആ കാലഘട്ടത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകളെ, രാജ്യം ഭരിച്ചിരുന്ന പല ഇതര ഗവൺമെന്റുകളെ ഇതിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ശക്തമായ രീതിയിൽ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ആക്ട് ആണ് ദ എപ്പിഡമിക് ഡിസീസ് ആക്ട്. ഇത് ബ്യൂബോണിക് പ്ലാഗ് പൊട്ടിപ്പുറപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റേറ്റ് ഗവൺമെന്റുകളെ സാംക്രമിക രോഗങ്ങൾക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ നിയമം ലംഘിക്കുന്നവർക്ക് ശിക്ഷ നൽകാൻ വേണ്ടിയുമാണ് 1897 ദ എപ്പിഡമിക് ഡിസീസ് ആക്ട് കൊണ്ടുവന്നത്. ഇനി അടുത്തത് കഴിഞ്ഞില്ല, അതിന്റെ പോയിന്റുകൾ നമുക്ക് 1-2-3 കാര്യങ്ങൾ കൂടെ, കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതി ആയതുകൊണ്ട് കുറച്ചും കൂടെ ആഴത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. റീസെന്റ് ദ ക്യാബിനറ്റ് അമെൻഡഡ്. ഓക്കെ, ക്യാബിനറ്റ് ഈ അടുത്ത കാലത്ത് മന്ത്രിസഭ ഇത് അമെൻഡ് ചെയ്തിട്ടുണ്ട്. റീസെന്റ് ദ ക്യാബിനറ്റ് അമെൻഡഡ് ദ ആക്ട് ത്രൂ an ordinance stating that abatement of act of violence against healthcare service persons shall be punished with imprisonment for a term of 3 months to 5 years and with fine of 50,000 to Rs 2 lakh. അതെന്താ പറഞ്ഞത്? Act through an ordinance stating that abatement of act of violence against health care service persons. അതായത് ആരോഗ്യ പ്രവർത്തകർക്കെതിരെ അവരെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുകയോ അവരുടെ മേൽ കയ്യേറ്റം നടത്തുകയോ ചെയ്താൽ ഈ ആക്ട് പ്രകാരം 3 മാസം മുതൽ 5 മാസം വരെ പണിഷ്മെന്റ്, ശിക്ഷ ലഭിക്കാവുന്നതും 3 മാസം മുതൽ 5 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതും 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പിഴ നൽകാനും പിഴ ചുമത്താനും സാധിക്കും. അതാണ് ഈ ഒരു ലോ പറയുന്നത്. പ്ലേഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, is caused by the bacteria Yersinia pestis. Yersinia pestis എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് പ്ലേഗിന് കാരണം, അല്ലെ? പ്ലേഗ് ഒരു കാലത്ത് ഒരു വലിയ മഹാമാരിയായിരുന്നു. ഇന്ന് നമ്മുടെ COVID-19 ഒക്കെ പോലെ ഒരു കാലഘട്ടത്തിലെ ഒരു മഹാമാരിയായിരുന്നു പ്ലേഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിലാണ് ഈ ഒരു ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. പ്ലേഗിന്റെ കാരണം യെർസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. There are 2 main clinical forms of plague. 2 തരത്തിലുള്ള പ്ലേഗ് ഉണ്ട്. ഒന്ന് ബ്യൂബോണിക് പ്ലേഗ്, മറ്റൊന്ന് ന്യൂമോണിക് പ്ലേഗ്. ബ്യൂബോണിക് പ്ലേഗും ന്യൂമോണിക് പ്ലേഗും 2 പ്ലേഗുകളുണ്ട്. 2 രീതിയിലുള്ള പ്ലേഗുകളുണ്ട്. ഒന്ന് ബ്യൂബോണിക്, മറ്റൊന്ന് ന്യൂമോണിക് പ്ലേഗ്. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്ന പ്ലേഗ് ആണ് ബ്യൂബോണിക് പ്ലേഗ് എന്ന് അറിയപ്പെടുന്നത്. പ്ലേഗിന് കാരണം യെർസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ഇവിടെ ഈ ആക്ട് പ്രകാരം ഇപ്പൊ അടുത്ത് അമെൻമെന്റ് നടത്തിയത് പ്രകാരം ഏതെങ്കിലും ആരോഗ്യ പ്രവർത്തകർക്കെതിരെ ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടായാൽ, കയ്യേറ്റം ഉണ്ടായി കഴിഞ്ഞാൽ ആ കയ്യേറ്റം നടത്തിയ ആളെ
3 മാസം മുതൽ 5 വർഷം വരെ ശിക്ഷിക്കാൻ സാധിക്കും. മാത്രമല്ല അയാൾക്ക് 50,000 രൂപ മുതൽ 2 ലക്ഷം വരെ പിഴ ചുമത്താനും സാധിക്കും. ഇനി 1950 ഡ്രഗ്സ് കൺട്രോൾ ആക്ട് ആണ്. 50 ഡ്രഗ്സ് കൺട്രോൾ ആക്ട് 1950 ഡ്രഗ്സ് കൺട്രോൾ ആക്ട് മരുന്നുകളുടെ വിതരണവും വിൽപ്പനയും നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമമാണ്. ഇനി പഴയ നിയമമാണ്, പക്ഷെ ഇപ്പോഴും പ്രസക്തിയുള്ള നിയമമാണ്. വളരെ പ്രധാനപ്പെട്ട ഡ്രഗ്സ് കൺട്രോൾ ആക്ട് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രഗ്സ് കൺട്രോൾ ആക്ട് 1950 ദ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് ഈ ഭക്ഷണത്തിന് മായം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴും പ്രാബല്യത്തിലുള്ള നിയമമാണ്. ദ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് 1954. ദ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് 1954 ശുദ്ധവും ആരോഗ്യകരവുമായ ഭക്ഷണം ഉപയോക്താക്കൾക്ക് ലഭിക്കുന്നത് ഉറപ്പുവരുത്തുന്ന 55 നിലവിൽ വന്ന നിയമമാണ്. അപ്പൊ അഡൾട്ടറേഷൻ ആക്ട് 1954 ആണ്, അത് നിലവിൽ വന്നത് 55 അപ്പൊ നിലവിൽ വന്നത് വന്നാൽ 55 ആൻസർ എഴുതണം. ലോ എപ്പോഴാണ് പാസ്സാക്കിയത്? 1954. അപ്പൊ ദ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് 1954. ദ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് 1954 ശുദ്ധവും ആരോഗ്യകരവുമായിട്ടുള്ള ഭക്ഷണം ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള നിലവിൽ വന്നിട്ടുള്ള ഒരു നിയമമാണിത്. അടുത്തത് 1980 വാക്സിനേഷൻ ആക്ട്. ഇതും ഇപ്പോഴും പ്രസക്തിയുള്ള ഒരു നിയമമാണ്, ആക്ട് ആണ്. An act to give power to prohibit inoculation and to make the vaccination of children compulsory in certain municipalities and cantonments. അപ്പോൾ ഇത് ചില മുനിസിപ്പാലിറ്റികളിലും കണ്ടോൺമെന്റ്സിലും എന്താണ് കുട്ടികൾക്ക് നിർബന്ധമായിട്ട് വാക്സിനേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആക്ട് ആണ് ദ വാക്സിനേഷൻ ആക്ട് 1980 എന്ന് പറയുന്നത്. ഇനി 87 മെന്റൽ ഹെൽത്ത് ആക്ട് ആണ് 1987. ഇത് പറയുന്നത് മാനസിക രോഗികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, മാനസിക രോഗികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആക്ട് ഏതാണ്? ദ മെന്റൽ ഹെൽത്ത് ആക്ട് 1987 നിലവിൽ വന്നത് 1987 തന്നെയാണ്. അപ്പോൾ ആ വർഷം ചോദിച്ചേക്കാം. നോക്കൂ, ദ മെന്റൽ ഹെൽത്ത് ആക്ട് 1987 ആണ്. വാക്സിനേഷൻ ആക്ട് 1980 ആണ്. അടുത്ത ഒരു ആക്ട് ആണ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ട് ആണ്, ശ്രദ്ധിക്കേണ്ട ആക്ട് ആണ്. പരീക്ഷയ്ക്ക് പക്ഷേ ചോദിച്ചേക്കാം. 94 പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട്. അത് ഭ്രൂണഹത്യ തടയുന്നതിന് വേണ്ടിയുള്ള 1996 ജനുവരിയിൽ നിലവിൽ വന്നു. ശ്രദ്ധിക്കണം, ഈ ആക്ട് 94 പ്രീ നേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട് എന്ന് പറയുന്നത് 1994 ആണ്. പക്ഷെ നിലവിൽ വന്നത് 1996 വർഷം ഏതാണ് വരുന്നതെന്ന് അറിയില്ല, ചിലപ്പോൾ നിലവിൽ വന്നത് ചോദിക്കാം. 1994 മറ്റൊരു ആക്ട് ആണ് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് 1994. ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട്. ഇവിടേക്ക് നിങ്ങൾ ആക്ടിന്റെ പേരും വർഷവും അത് എന്തിനു വേണ്ടിയാന്നുള്ളതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ചികിത്സാ ആവശ്യങ്ങൾക്കായി മനുഷ്യ അവയവങ്ങൾ നീക്കം ചെയ്യൽ, സംഭരണം, മാറ്റിവെക്കൽ എന്നിവ നിയന്ത്രിക്കുന്നതിനും വാണിജ്യ ഇടപാടുകൾ തടയുന്നതുമായിട്ടുള്ള നിയമമാണ്. വളരെ പ്രധാനപ്പെട്ട നിയമമാണ്. ചികിത്സാ ആവശ്യങ്ങൾക്കായിട്ട് മനുഷ്യ അവയവങ്ങൾ നീക്കം ചെയ്യലും സംഭരണം മാറ്റിവെക്കലും അതേപോലെ തന്നെ അത് വാണിജ്യ ഇടപാടുകൾ നടത്തുന്നത് തടയുക. ഇത്തരം ആവശ്യങ്ങൾക്കുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ആക്ട് ആണ് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് എന്ന് പറയുന്നത് 1994 ആക്ട്. 2003 ഒരു ആക്ട് നമുക്ക് പഠിക്കാം. ദ സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് 2003. കോട്ട്പ എന്ന് പറയും. കോട്ട്പ ആക്ട് കേട്ടില്ലേ? എന്താ ഈ കോട്ട്പ ആക്ട്? ദ സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് 2003. കോട്ട്പ ആക്ട്. ഓക്കെ, ഇത് പ്രകാരം സിഗരറ്റ് അതുപോലെ പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉൽപാദനം, വിതരണം എന്നിവ നിയന്ത്രിക്കുന്നതിനും പരസ്യം നിരോധിക്കുന്നതിനുമായിട്ടുള്ള നിയമമാണ് 2003 കോട്ട്പ നിയമം. കോട്ട്പ എന്ന് പറഞ്ഞാൽ ദ സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് 2003. 2006 ഫുഡ് ആൻഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ഉണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഇന്ന് പ്രാബല്യത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. ഫുഡ് ആൻഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 എന്ന് പറയുന്നത്. മുമ്പ് നമ്മുടെ അഡൾട്രേഷൻ ആക്ട് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. അഡൾട്രേഷൻ ആക്ടിനോടൊപ്പം തന്നെ 2006 ഫുഡ് ആൻഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പഠിക്കണം.
അത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഏകീകരിക്കുന്നതിനും ഭക്ഷ്യവസ്തുക്കൾ മനുഷ്യ ഉപഭോഗത്തിന് സുരക്ഷിതമായ ഭക്ഷണ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനുമായിട്ടുള്ള നിയമമാണ്. എന്നൂടെ പറയാം, ഭക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഏകീകരിക്കുന്നതിനും ഭക്ഷ്യവസ്തുക്കൾ മനുഷ്യ ഉപഭോഗത്തിന് സുരക്ഷിതമായ ലഭ്യത ഉറപ്പുവരുത്തുന്നതുമായിട്ടുള്ള നിയമമാണ് 2006 ഫുഡ് ആൻഡ് സേഫ്റ്റി നിയമം, ഫുഡ് ആൻഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006. ഓക്കെ, ഇത്രയും ആക്ടുകളാണ് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ നിങ്ങളോട് 2-3 ചോദ്യം ചോദിക്കാം. ഈ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇന്ത്യയുടെ പ്രാഥമിക ആരോഗ്യം PHSC എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച കമ്മിറ്റി ഏതാണ്? ബോർ കമ്മിറ്റി, സിംഗ്വി കമ്മിറ്റി, ജോസഫ് ബോർ കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. ഏതാണ് ഇന്ത്യയിലെ പ്രാഥമിക ആരോഗ്യം എന്ന ആശയം മുന്നോട്ട് വെച്ച കമ്മിറ്റി? താഴെ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നിട്ട് ആൻസർ ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, പെൺഭ്രൂണഹത്യ തടയുന്ന പ്രീ നീറ്റ് ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട് നിയമം നിലവിൽ വന്നത്? ഈ ആക്ട് എപ്പോഴാണ് നിങ്ങൾക്ക് അറിയാം, അത് നിലവിൽ വന്നതും അറിയാം. ഓക്കെ, ആക്ട് വന്ന വർഷവും നിലവിൽ വന്നതും രണ്ടും അറിയാം. ഇപ്പൊ നിലവിൽ വന്ന വർഷം അവിടെ ചോദിച്ചിരിക്കുന്നത്. നിലവിൽ വന്നത് ഏതാണ്? ഏത് ഓപ്ഷനിൽ ഏതാണ് ശരി ഉത്തരം? 1995, 94, 98, 96. ശരി ഉത്തരം താഴെ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ ചോദ്യം, വാക്സിനേഷൻ ആക്ട് നിലവിൽ വന്നത് 1999, 1994, 1998, 1987. ഓക്കെ, ചെറിയ ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ വളരെ വേഗത്തിൽ എടുത്തത്. ഇത്രയും ഈ ടോപ്പിക്, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് അടുത്ത അധ്യായം വരെയാണ്. നെക്സ്റ്റ് ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ടുള്ള അധ്യായമാണ്. അപ്പോൾ ആ അധ്യായം മറക്കാതെ കാണുക. ചോദ്യത്തിന് സാധ്യതയുള്ള SCERT ടെക്സ്റ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു മികച്ച ക്ലാസ് ആയിരിക്കും. അപ്പോൾ നമുക്കിനി ആ ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. ബൈ.